ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. തങ്ങളുടെ ദേശീയ പാർട്ടി പദവി കൂടി നിലനിർത്തുക എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2019 യാതൊരു കാരണവശാലും ആവർത്തിക്കുകയില്ല. 2024 വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. അതിനായി തന്നെ കളത്തിലിറക്കിയിരിക്കുന്ന എല്ലാ നേതാക്കളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നും പറയേണ്ടി വരും. സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സിപിഐയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പഠനം നടത്തിയതെല്ലാം തന്നെ ഇതിന്റെ സൂചനയായിട്ട് തന്നെയാണ്. കാരണം ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് വടകരയാണെങ്കിലും ആലത്തൂരിലാണെങ്കിലും സിപിഎമ്മിന്റെ അത്ര കണ്ട് തന്നെ വലിയൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖർ ഇഫക്റ്റ് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ കെ ശൈലജ ടീച്ചറെ മുൻനിർത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും രമ്യ ഹരിദാസ് പാട്ടുംപാടി വിജയിച്ചുകൂടാ എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ മന്ത്രിസഭയിൽ നിന്ന് പോലും കെ രാധാകൃഷ്ണനെ കളത്തിലിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് സിപിഎമ്മിന് എത്ര കണ്ട് തന്നെ നിർണായകമാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറെ നിർണായകമായ 9 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലബാർ മേഖല എന്ന് പറയുന്നത്. മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏറെ സ്വാധീനമുള്ളതായും കാണാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ആ മലബാർ മേഖലയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് കാസർഗോഡാണ്, പിന്നീട് കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, വടകര, പൊന്നാനി, ആലത്തൂർ, പാലക്കാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ ഈ മലബാർ മേഖലയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള സിപിഎമ്മിന്റെ രണ്ടാം ഘട്ട കണക്കുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ 6 മണ്ഡലങ്ങളിൽ സിപിഎമ്മിന് ഏറെ സ്വാധീനമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ 3 ലോക്സഭാ മണ്ഡലങ്ങൾ അത് യുഡിഎഫിന് അനുകൂലമായി നിൽക്കുകയാണ്. യുഡിഎഫിന് അനുകൂലമായി നിൽക്കുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് വയനാടാണ്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ട്. വലിയ തരത്തിൽ വിജയ പ്രതീക്ഷയുണ്ടെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കണക്കുകൂട്ടലുകളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിജയ പ്രതീക്ഷ കോൺഗ്രസിന് തന്നെയാണ്. രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് കെ.എസ്. ഹംസയാണ്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് അബ്ദുൾ സമദ് സമദാനിയാണ്. യഥാർത്ഥത്തിൽ കെ.എസ്. ഹംസയും അബ്ദുൾ സമദ് സമദാനിയും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഇത്തവണ യഥാർത്ഥത്തിൽ പൊന്നാനിയിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരിക്കുകയില്ല കാര്യങ്ങൾ എന്നുള്ള വിശകലനങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി സിപിഎം കളത്തിലിറക്കിയത് കെ.എസ്. ഹംസയാണ് എന്നുള്ളതുകൊണ്ടും ഇ.കെ. വിഭാഗം സമസ്തയുടെ വലിയൊരു പിന്തുണ യഥാർത്ഥത്തിൽ കെ.എസ്. ഹംസയ്ക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും തന്നെയാണ്. സമദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയാണ് എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു മുസ്ലിം വിഭാഗ വോട്ടുകളെല്ലാം തന്നെ അഥവാ ഒരു ന്യൂനപക്ഷ വിഭാഗ വോട്ടുകളെല്ലാം തന്നെ സമദാനിക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ പൊന്നാനിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലീഗ് സമസ്ത വിഷയങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. ലീഗിന് ഇത്തവണ വോട്ട് കുറയാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇ.കെ. വിഭാഗത്തിൽ നിന്നും ലീഗിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ തന്നെയാണ്. ആ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ കെ.എസ്. ഹംസയ്ക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം തന്നെ കെ.എസ്. ഹംസയ്ക്കുള്ള വിജയ സാധ്യത എന്ന് പറയുന്നത് നേരിയ തോതിൽ മാത്രമാണ്. ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കും. പക്ഷേ വിജയ സാധ്യത അതെപ്പോഴും അനുകൂലമായി നിൽക്കുന്നത് സമദാനിക്ക് തന്നെയാണ് എന്നുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം യഥാർത്ഥത്തിൽ വോട്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറയുന്ന കണക്കുകൂട്ടലുകളും പുറത്തു വരുന്നുണ്ട്. അടുത്തത് മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് വി വസീഫാണ്. അതേസമയം തന്നെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് ഇ.ടി. മുഹമ്മദ് ബഷീറാണ്. ഇ.ടി. മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ളൊരു ജനപിന്തുണ യഥാർത്ഥത്തിൽ പൊന്നാനിയിൽ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് ഇത്തവണ മാറിയിട്ടുള്ളത്. വലിയൊരു സ്ഥാനാർത്ഥി മാറ്റം പൊന്നാനിയിലും മലപ്പുറത്ത് നടന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടിയാണ്. എന്ത് തന്നെയാണെങ്കിലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും യുഡിഎഫിന് വിജയ പ്രതീക്ഷയുണ്ട്. ഇ.ടി. മുഹമ്മദ് ബഷീറിന് അനുകൂലമായി തന്നെ വിജയം വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും സിപിഎമ്മിന്റെ രണ്ടാം ഘട്ട കണക്കുകളെല്ലാം തന്നെ കാണിക്കുന്നതും ഇതുതന്നെയാണ്. യുഡിഎഫിന് ഏറെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഈ 3 മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിൽ ഏറെക്കുറെ ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ യുഡിഎഫിന്റെ കയ്യിലാണ് എന്ന് യുഡിഎഫ് അടിയുറച്ച് വിശ്വസിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ പൊന്നാനിയാണെങ്കിലും മലപ്പുറമാണെങ്കിലും വയനാടാണെങ്കിലും. എന്നാൽ അതേസമയം തന്നെ ബാക്കിയുള്ള 6 മണ്ഡലങ്ങളിലും എൽഡിഎഫിന് തന്നെയാണ് വിജയ സാധ്യത എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 2019 കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങി പോകേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. എന്നാൽ 2024 എത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മലബാർ മേഖലയിൽ സിപിഎമ്മിന് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് അത് ന്യൂന
ബഹുഭൂരിപക്ഷ പിന്തുണ തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. വലിയ തരത്തിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ നിലനിന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ഭരണവിരുദ്ധ വികാരം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമവും UDF-ന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷത്തിന് ഇത് ആളിക്കത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ മലബാർ മേഖലകളിലെല്ലാം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ബാധിക്കുന്നതായി കാണാൻ സാധിക്കുന്നില്ല. അതിലെല്ലാം തന്നെ നേരിയ കുറവ് വന്നിട്ടുള്ളതായും കാണാൻ സാധിക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനെല്ലാം തന്നെ അനുവദിച്ചതും ഒരുമിച്ച് 3 മാസത്തെ പെൻഷനെല്ലാം തന്നെ അനുവദിച്ച് കിട്ടിയതും വലിയൊരു അനുഗ്രഹമായി തന്നെ വരുന്നു എന്നുള്ള കണക്കുകൂട്ടലുകളും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എതിരെ നിന്നിരുന്ന വികാരങ്ങളെ മാറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ പരിഹാരം കാണാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമരമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സമരങ്ങളെല്ലാം തന്നെ വിജയിച്ചെന്നുള്ളതും ജനങ്ങൾക്കിടയിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് വലിയ തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നെല്ലാം തന്നെ മുക്തി നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല തങ്ങൾക്കുള്ള പണം വെട്ടിക്കുറയ്ക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി യഥാർത്ഥത്തിൽ UDF അല്ലെങ്കിൽ പ്രതിപക്ഷമോ ആരോപിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ മാത്രമല്ല അതിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു പരിധിവരെയെങ്കിലും സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നുള്ളതും ഭരണവിരുദ്ധ വികാരം നേരിയ തോതിലെങ്കിലും കുറയ്ക്കാൻ സാധിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇതിനെല്ലാം പുറമെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് LDF-ന്റെ സംഘടനാ സംവിധാനം തന്നെയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിലെ മികവും യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന നിലവിലെ ഭരണവിരുദ്ധ വികാരങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒപ്പമാണ് അഥവാ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് CPM അഥവാ LDF എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് യഥാർത്ഥത്തിൽ LDF-ന് സാധിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും മലബാർ മേഖലയിലെ 9 ലോക്സഭാ മണ്ഡലങ്ങളിലെ CPM-ന്റെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ UDF-ന്റെ കോട്ടയിൽ അവിടെ UDF-ന് തന്നെയാണ് വിജയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും ബാക്കിയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനായിട്ട് LDF-ന് സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയാണ്. തങ്ങളുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ 11 സീറ്റെങ്കിലും കിട്ടിയ തീരൂ എന്ന് പറയുന്ന വലിയൊരു ബൃഹത്തായ ലക്ഷ്യം കൂടി യഥാർത്ഥത്തിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി എന്തുതന്നെയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. എന്തുതന്നെയാണെങ്കിൽ മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം LDF തങ്ങളുടെ വിജയം ഉറപ്പിച്ചെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്.